ചുരം ഇറങ്ങാനുള്ള തിരക്കാണ്. ചുരം കയറി മാത്രമേ നമുക്ക് വയനാട് വരാനായിട്ട് പറ്റുള്ളൂ. 2 ചുരം ഉണ്ട് ഇവിടെ. ബസ് കിടന്ന് വിറയ്ക്കുന്നു. സമയം 4:45. നമ്മുടെ യാത്രയിലെ ഫസ്റ്റ് ഹിൽ സ്റ്റേഷനാണ് എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ വയനാടുള്ള മാനന്തവാടിയാണ്. ഇവിടെ നിന്ന് ഇനി അരമണിക്കൂറും കൂടി ഉണ്ട് നമ്മൾ സ്റ്റേ എത്താനായിട്ട്. എല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ചായ കുടിക്കാം വാ. ഇവിടെ എന്തൊക്കെയോ സ്നാക്സ് ഉണ്ട് വാ. ഈ സ്നാക്സ് കണ്ടിട്ടാണ് ശരിക്കും ഞാൻ ഇവിടെ ചവിട്ടിയത്. എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. എന്തൊക്കെയോ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ എല്ലായിടത്തും ഒരു പേരാണല്ലോ, കട്ട്ലറ്റ്. പറയും ജാനു എന്നെ അപ്പാന്ന് തന്നെ വിളിക്കണം. ആ ഷൂഷു എന്ന് വിളിക്കോ തന്നെ? ബസ്സു തന്നെ ജാനു കള്ളി ചിരിക്കണോ? ചിക്കു എന്ന് വിളിക്കൂല. ചിക്കു എന്ന് വിളിക്കോ? ചിച്ചു എന്നാ. വാ കയറിക്കോ, അകത്തിറങ്ങിക്കോ. ഇതാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട്, സാഗർ വ്യൂ റിസോർട്ട്. ഇതാണ് നമ്മുടെ റൂം. ബാത്റൂം നല്ല സ്പേഷ്യസ് ആണ്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തോട്ട് കാണാൻ ഭയങ്കര രസമായിരിക്കും. അവർ കുറേ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് മോളത്തെ റൂമാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു അരുവി പോകുന്നുണ്ട്. പൂളിലായിരിക്കും. പിന്നെ ബാക്കിൽ ചെറിയൊരു പാർക്കുണ്ട്. കിടന്ന് വിറയ്ക്കുന്നു. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് തൊട്ടടുത്താണ് ബാണസുര സാഗർ 3 കിലോമീറ്റർ, മീൻമുട്ടി വാട്ടർഫോൾസ് 4.6, പിന്നെ പൂക്കോട് ലേക്ക് ഉണ്ട്, E3 പാർക്ക്, കുറുവ ഐലൻഡ് ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട്. നല്ല വൈബ് സ്പോട്ടാണ് കേട്ടോ. 10 മണി വരെ പൂളുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 9 മണിക്ക് ക്യാമ്പ് ഫയർ ആണ്. പിന്നെ ഗസ്റ്റിന് പാട്ടിടണമെങ്കിൽ ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ടിടാം. പിന്നെ ഇങ്ങറ്റത്തായിട്ട് ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അതും ചിക്കൻ വേണമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരും. ടോട്ടലി ഒരു വൈബ് പ്ലേസ്. സമയം ഇപ്പോൾ 10 മണിയായി. ഒരു റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നെയാണ്. പക്ഷേ ജാനു സമ്മതിക്കുന്നില്ല. ജാനു താഴെ ഇറങ്ങുന്നുമില്ല, വേറെ ആരുടെയിലും പോകുന്നുമില്ല. പിന്നെ ചെറിയ ഒരു ചുമയൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. എനിക്കൊന്ന് ചുമ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ബൊഫെ പോലെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം, പിന്നെ 2 കറി, ബ്രെഡ്, പിന്നെ ജ്യൂസ്. വസുവിന് ചുമയുണ്ട്. ജ്യൂസ്, പിന്നെ കോഫി, ചായ. കുടുംബത്തിൽ ഫുൾ ചുമയാണ്. എല്ലാം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പൂളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ ക്ലോറിൻ യൂസ് ചെയ്യുന്നില്ല. അതല്ലാതെ ഈ ഭൂഗർഭ ജലം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കിണറ്റിലൊക്കെ ഉള്ള വെള്ളം അതവർ പമ്പ് ചെയ്ത് ആണ് ഇതിനകത്ത് ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് കാണിച്ചു കൊടുത്തടാ. ഓക്കെ, നല്ല അടിപൊളി പൂളാണ് കേട്ടോ. 10 മണി വരെ ആക്സസ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് രാത്രി 10 മണി, നൈറ്റ് 10 മണി വരെ ആക്സസ് ഉണ്ട്. ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ നേരെ ഇവിടെ നിന്ന് തൊട്ടടുത്താണ് ബാണസുര ഡാം. 3 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ പോകണം. പിന്നെ ക്രലാഡ് ലേക്ക് ഉണ്ട്, അവിടെ പോകണം. ഈ 2 സ്ഥലങ്ങളായിരിക്കും നമ്മൾ വയനാട് വിസിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ലക്കിടി വ്യൂ പോയിന്റ് വഴി നമ്മൾ നേരെ നിലമ്പൂർ വഴിയായിരിക്കും എവിടെ മലപ്പുറം പോകുന്നത്. ഇന്ന് മലപ്പുറത്തായിരിക്കും സ്റ്റേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. പിന്നെ ഗൈസ്, ജാനുവിനൊരു പാട്ടുണ്ട്. ജാനു പാടോ? ജാനു ഊഞ്ഞാലേ. ജാനു പാടി.
അപ്പോൾ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്തും പോവുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തു. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഇതിന് ഫ്രണ്ടിലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, പിന്നെ ഇതിന് തൊട്ട് പുറകിലായിട്ട് വാനുകളൊക്കെ പാർക്ക് ചെയ്യാം. വാന്, ബസ്സൊക്കെ അവിടെയൊക്കെ ഫില്ലായി കേട്ടോ. അവിടെയും ഫില്ലായി. നമ്മൾ വിചാരിച്ചു നമ്മളാണ് കുറച്ച് നേരത്തെ എത്തിയെന്ന്. അല്ല, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതാണ് എൻട്രൻസ്. സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട്. ഇഷ്ടം പോലെ ഐറ്റംസ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോൾ നോക്കാം. പാർക്കിംഗ് 30 രൂപയാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് വന്നിട്ട് 40 രൂപ. 5-നും 10-നും പൈസ ഇടയിലാണെങ്കിൽ 20 രൂപ. അങ്ങനെയാണ്. ഫോട്ടോഗ്രാഫിക്ക് 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. എൻട്രൻസിൻ്റെ അവിടെ തന്നെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട്. 1 കിലോമീറ്റർ നടക്കാനുണ്ട്. നടക്കാൻ പറ്റാത്തവർക്ക് വാൻ സർവീസ് അവൈലബിൾ ആണ്. അപ്പ് ആൻഡ് ഡൗൺ 25 റുപ്പീസ് ആണ് പെർ ഹെഡ്. ഡാൻസ് ചെയ്യുന്ന അയ്യോ 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 താമടി അതാണെന്ന് തോന്നുന്നു കളിക്കുന്നത്. വാ, അതിൻ്റെ മുകളിലോട്ട് പോയിട്ട് വരാം. അവിടെ എന്തോ ഉണ്ട്. ഐ ലവ് എന്നൊക്കെ കണ്ട്. വാ. ഇതാണ് വാന്. നമ്മൾ വാനിൽ കയറാനായിട്ട് പോവാണ്. അപ്പ് ആൻഡ് ഡൗൺ 25 റുപ്പീസാണ് പെർ ഹെഡ്. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാമാണ്. എർത്ത് ഡാം എന്ന് പറയുമ്പോൾ മണ്ണ് കൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കബനിയുടെ പോഷക നദിയായ കരമാൻ തോട് റിവറാണ് ഇതുവഴി പാസ് ചെയ്യുന്നത്. 4 സ്പിൽവേസ് ഉണ്ട് ഇതിന്. പിന്നെ ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ഫ്ലോട്ടിംഗ് സോളാർ പാനൽ വെച്ചിരിക്കുന്ന ഡാം കൂടിയാണിത്. 125 അടി ആഴമാണ് ഈ ഡാമിനുള്ളത്. നീളം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. ഇതിന് ചുറ്റിനും കാണുന്ന ഹില്ലെന്ന് പറയുന്നത് ബാണാസുര ഹിൽസ് ആണ്. പിന്നെ ഇതാ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ടിക്കറ്റൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഇവിടെ വാൻ ഇറങ്ങി നിങ്ങൾക്ക് മുകളിൽ പോയി ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് സിപ്പ് ലൈനിൽ പോകുന്നതാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കയാക്കിംഗ്, കനോപ്പി, ഷിക്കാര, പെഡൽ ബോട്ട്, സിപ്പ് ലൈന്. ഹായ്. ഓടിച്ചോ ബാക്കിലോട്ടാകും. ഓക്കെ വെരി ഗുഡ്. ഫ്രണ്ട്സ്, സമയം ഇപ്പോൾ 11:45. നമ്മൾ സ്റ്റിൽ ബാണാസുര ഡാമിൻ്റെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, കുറച്ചൊന്ന് ലേറ്റായി. സോ നമ്മൾ ഇനി നെക്സ്റ്റ് സ്പോട്ടായ ക്രലട ലേക്കിൻ്റെ അങ്ങോട്ട് പോകുന്നില്ല. നേരെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ 4:30 വരെ ഉള്ളൂ. സമയം ഇപ്പോൾ 11:45. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി അവിടെ വെച്ച് കാണാം. ബൈ. ചുരം ഇറങ്ങാനുള്ള തിരക്കാണ്. ചുരം കയറി മാത്രമേ നമുക്ക് വയനാട് വരാനായിട്ട് പറ്റുള്ളൂ. 2 ചുരം ഉണ്ട് ഇവിടെ. ട്രിവാൻഡ്രം സൈഡിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ താമരശ്ശേരി ചുരം വഴിയും അല്ലെങ്കിൽ കാസർഗോഡ് വഴിയൊക്കെ വരികയാണെങ്കിൽ പാൽച്ചുരം വഴിയാണ് വയനാട്ടിലോട്ട് പ്രവേശിക്കേണ്ടത്. ഞങ്ങൾ കാസർഗോഡിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് പാൽച്ചുരം വഴി കയറി ഇപ്പോൾ താമരശ്ശേരി ചുരം വഴി ഇറങ്ങുകയാണ്. നല്ല തിരക്കുണ്ട്. ഏകദേശം 10 മിനിറ്റോളം ആയി ഈ ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. പയ്യെ നീങ്ങുന്നുണ്ട്.